ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് ജീവജലത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് 2024 ഡിസംബർ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ഈ ദിനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 8 വേഴ്സ് 26 നാം ഇപ്രകാരം വായിക്കുന്നു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള വിജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി ലഭിച്ചിട്ടുള്ളത്. ഫിലിപ്പോസ് വളരെ ശക്തമായി സുവിശേഷവേല ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞ ഒരു പ്രത്യേക കാര്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിഷയീഭവിച്ചിരിക്കുന്നത്. ഫിലിപ്പോസിനോട് ദൈവദൂതൻ പറയുകയാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ ആരുമില്ലാത്ത വഴിയിലേക്ക് പോവുക. ഇത് പറയുമ്പോൾ ഫിലിപ്പോസ് ചുമ്മാതെ വീട്ടിലിരിക്കുന്ന ഒരാളൊന്നുമല്ല. നാം 25-ാം വാക്യം വായിക്കുമ്പോൾ ശമര്യയിലെ ഗ്രാമങ്ങളിലെല്ലാം കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുകയാണ്. അപ്പോൾ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ശക്തമായി വേല ചെയ്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരാളിനോടാ പറയുന്നത്, ആരുമില്ലാത്ത നിർജ്ജനമായ വിജനമായ ഒരു വഴിയിലേക്ക് പോകുവാൻ. ഇത് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ വളരെ വേദനാജനകമാണ്. നമ്മളാണെങ്കിൽ ഉടനെ ചോദിക്കും, എൻ്റെ സഭയിൽപ്പെട്ടവരുണ്ടോ? അവിടെ ചർച്ചുണ്ടോ? ഹാളുണ്ടോ? ഇന്റർനെറ്റ് സൗകര്യമുണ്ടോ? എൻ്റെ കാറ് പോകാനുള്ള വഴി സൗകര്യമുണ്ടോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. പക്ഷേ ഫിലിപ്പോസ് ദൂതൻ തന്നോട് പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. വിജനമായ വഴിയിലോട്ട് ഫിലിപ്പോസ് പോയപ്പോൾ ദാ നാം കാണുന്നുണ്ട്, കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ മഹാനാണ്. ആ രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങളുടെയും അധിപനാണ്. ഇദ്ദേഹം യെരുശലേമിൽ നമസ്കരിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ നോർക്കുക, ഒരു ദൈവ പൈതലിനെ ദൈവം വിജനമായ വഴിയിലോട്ട് പറഞ്ഞയക്കുന്നുവെങ്കിൽ അതിനു മുൻപേ ദൈവം മറ്റൊന്ന് കണ്ടിട്ടുണ്ട്. ഈ 27-ാം തീയതി വെള്ളിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഒരു വിജനമായ, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വേദനയുടെയും നിരാശയുടെയും സങ്കടത്തിന്റെയും വിഷമതയുടെയും പലപ്പോഴും ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്തകളുടെയും അവസ്ഥയിൽ കൂടെയാണ്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തമ്പുരാൻ നമ്മെ വിളിച്ചിറക്കിയാൽ നമ്മളെ ഒറ്റപ്പെട്ട് വിടുന്നവനല്ല. അതാണ് വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും ഏകനായി അനാഥനായി വിടുന്ന ദൈവമല്ല. അതാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത് മുഴുവനും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ് ഇൻ ഓൾ സിറ്റുവേഷൻസ്, ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, ഗോഡ് വിത്ത് അസ്. അതെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആ ദൈവം
നിശ്ചയമായും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. തുടർന്ന് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതെ, ഇതാ തേരിനോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയും അത് പാലിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആ ഷണ്ണനെ സ്നാനപ്പെടുത്തി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തന്റെ വഴിക്ക് പോയി. അതായത് എത്യോപ്യ രാജ്യത്തേക്ക് പോയി. നാം വായിക്കുന്നത്, സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പിന്നീട് ഫിലിപ്പോസിനെ കാണുന്ന അസ്തോദിൽ ശക്തമായ വേല ചെയ്യുന്നതാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഏകരല്ല, അനാഥരല്ല, ഒറ്റപ്പെട്ടവരല്ല. ചില നിർജ്ജനമായ വിജനമായ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. മക്കളുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ, വ്യക്തിപരമായ ചില വിഷയങ്ങളിൽ, നിയമകാര്യങ്ങളിൽ, സാമ്പത്തിക ബാധ്യതകളിൽ, ജോലി കാര്യത്തിൽ, വിസ കാര്യത്തിൽ, രോഗകാര്യങ്ങൾ, നിന്ന, പരിഹാസം, ദുഷി, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള നിർജ്ജനാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം എന്നിൽ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും പേരും. നിങ്ങളോട് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും അടിസ്ഥാനത്തിലും പറയട്ടെ, ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഒറ്റയ്ക്ക് വിടുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഓർക്കുക, ഒറ്റയ്ക്ക് പോയ ഫിലിപ്പോസ് ഒറ്റപ്പെട്ടില്ല. ഇതാ തേരിനകത്തിൽ കയറിയിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ ആധാരമാക്കി സുവിശേഷം പറയുകയും ആ ഷണ്ണൻ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ഇന്റർനെറ്റിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ലോകത്ത് ക്രിസ്ത്യാനികളുള്ള ഏറ്റവും കൂടുതലുള്ള 10 രാജ്യങ്ങളുടെ കണക്കെടുത്താൽ 9ാമത്തെ സ്ഥാനം എത്യോപ്യക്കാണ്. എങ്ങനെ ഇതുണ്ടായി? ഇതാണ് അതിന്റെ തുടക്കമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഒറ്റയ്ക്കൊരുവനായി വിജനമായ ഒരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതനുസരിച്ച് ഫിലിപ്പോസ് പോകാൻ തയ്യാറായപ്പോൾ ഒരു രാജ്യം മുഴുവനും കർത്താവിന് വേണ്ടി നേടുവാൻ അവിടുത്തെ മഹാനും രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങളുടെയും അധിപനായ ആ ഷണ്ണനിൽ കൂടെ ദൈവം ഇടപെട്ടു. ഫിലിപ്പോസിനെ അതിന് ദൈവം നിയോഗിച്ചയച്ചു. അതെ സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന എന്താണെങ്കിലും അത് നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയാ, ദോഷത്തിനല്ല. കാരണം തമ്പുരാൻ നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലേ അല്ല. അതുകൊണ്ട് പിറുവിറുപ്പ്, സങ്കടം, വിഷമം, അതിനെക്കുറിച്ചുള്ള ആധികൾ, വിചാരങ്ങൾ ഇവയൊക്കെ വിട്ടിട്ട് തമ്പുരാന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുക. ഈ നിലയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവിന് നമ്മളെ കൊണ്ട് നമ്മളിൽ കൂടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറല്ല. നമ്മുടേതായ പ്രശ്നങ്ങളിൽ മുഴുകി അതിനകത്തിൽ മാത്രം നിലകൊള്ളുമ്പോൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ പറ്റുന്നില്ല. അതിനേന് പിശാച് നമ്മൾക്ക് ഓരോന്ന് തന്ന് അതിനകത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനകത്ത് പുറത്തു വരുവാൻ ദൈവവചനം വായിച്ച്, പഠിച്ച്, ഗ്രഹിച്ച്, അനുസരിച്ച്, പാലിച്ച് ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുമ്പോൾ നിശ്ചയമായും പിശാച് വിട്ട് ഓടുകയും ദൈവകൃപ പ്രാപിക്കുകയും അനുഗ്രഹത്തോടെ, ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടയാവുകയും ചെയ്യും. 2024 വിരലിലെണ്ണാവുന്ന അവസാന ദിനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ, നമ്മുടെ ദർശനങ്ങൾ മാറട്ടെ. വചനപ്രകാരമുള്ള പുത്തൻ ദർശനം പ്രാപിച്ചുകൊണ്ട് ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാനുള്ള ഉയരത്തിലെ ശക്തി തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹത്തോടെ നടത്തട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളോട് എന്തു പറയുന്നു? ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, പതറി നാം പിന്മാറിപ്പോകാതെ, നാം ഒരു വിധത്തിലും ദൈവസന്നിധി അന്യപ്പെട്ടു പോകാതെ ശിരസ വഹിച്ച് അനുസരിച്ച് മുൻപോട്ട് പോയാൽ നമ്മെ കൊണ്ട് അത്ഭുതകരമായ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കും. പ്രിയ സഹോദര, സഹോദരി, എന്നെയും നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അതെ, ഈ കഴുതയെ കൊണ്ട്
കർത്താവിന് ആവശ്യമുണ്ട്. മറ്റുള്ളവര് അത്ഭുതം കൂറുമാറ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കട്ടെ. ഞാൻ ആവർത്തിക്കട്ടെ, ഏതെങ്കിലും ജീവിതത്തിന്റെ അന്യപ്പെട്ട, ഒറ്റപ്പെട്ട, നിർജീവമായ, അതുപോലെ തന്നെ വിജനമായ, ഒഴിയപ്പെട്ട, ഏകാന്തമായ അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടോ? നിശ്ചയമായും ദൈവത്തിന് അതിനെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരു വലിയ വേലയ്ക്കായി ആവശ്യമുണ്ട്. ആകയാൽ ഈ ഒരു കോൾ ഏറ്റെടുത്ത്, ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ദൈവരാജ്യ മഹിമയ്ക്കായി നമ്മളാൽ ആവോളം നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് വളരെ ലളിതമായ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അവഗണിക്കാതെ, ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തി ഞങ്ങളിൽ കൂടെ ചെയ്തെടുക്കുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ഫിലിപ്പോസിന്റെ അനുഭവം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞകാല ജീവിതത്തിൽ അങ്ങയെ അനുസരിക്കാതെ പോയത്, അങ്ങയോട് മറുതലിച്ചതെന്നൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ ഞങ്ങളോട് പറയുന്നത് അനുസരിക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കുകയും അതിൽ കൂടെ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഇടയാകണം. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില വിജനമായ, ഒറ്റപ്പെട്ട, ഏകാന്തതയുടെ അനുഭവങ്ങളുണ്ട്. അത് നാളെയുടെ നന്മയുടെ നല്ല ദിനങ്ങളാക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത് ഞങ്ങൾ വിശ്വാസ കണ്ണോടെ കണ്ട് പ്രത്യാശയോടെ നിലകൊണ്ട് സ്തോത്രത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ദൈവവചനം അതുപോലെ അനുസരിച്ച് പാലിച്ച് കർത്താവിന് നമ്മെ കൊണ്ട് ചെയ്തെടുക്കുവാനുള്ളതിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. നമ്മുടെ ഏകാന്തത, വിജനത എല്ലാം മാറി കർത്താവിന് വലിയ പദ്ധതി നമ്മളെ കൊണ്ടുണ്ട്. അതിനുവേണ്ടി ഫിലിപ്പോസ് എങ്ങനെ വിട്ടുകൊടുത്തോ അതുപോലെ വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും അനുഗ്രഹിക്കപ്പെട്ട വക്താക്കളായി എവിടെയൊക്കെ അയക്കുന്നു അവിടെയൊക്കെ ദൈവത്തിന് നല്ല സ്ഥാനാപതികളായി കർത്താവിന് വേണ്ടി അനേക സാക്ഷികളെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മിൽ കൂടെ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.